കർശന സുരക്ഷയിൽ നീറ്റ് UG പുനഃപരീക്ഷ 2 മണിക്ക് നടക്കും. വിദ്യാർത്ഥികളെ പരീക്ഷാ സെന്ററിലേക്ക് പ്രവേശിപ്പിച്ചു. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 5450 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത്. ശാന്തമായ മനസ്സോടെയും സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ചും പരീക്ഷ എഴുതൂ എന്ന് NTA വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ന്യൂദില്ലിയിലെ CM ശ്രീ സ്കൂളിൽ നിന്നും നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇതാദ്യമായിട്ടാണ് നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. 13 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യം, പുറത്ത് സമരം നടക്കുന്ന സാഹചര്യം, ഇത്തവണയെങ്കിലും പിഴവില്ലാതെ പരീക്ഷ നടത്തേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കർക്കശമായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? വിദ്യാർത്ഥികൾ മുഴുവൻ സ്കൂളിനകത്തേക്ക് കയറി കഴിഞ്ഞു. 2 മണിക്കാണല്ലോ പരീക്ഷ തുടങ്ങുന്നത്. സ്മൃതി, 2 മണിക്കാണ് നീറ്റിന്റെ പുനഃപരീക്ഷ നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് CMC സ്കൂൾ പണ്ടാര റോഡ് ന്യൂദില്ലിയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 30 മിനിറ്റ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ സെന്ററിൽ പ്രവേശിക്കാനുള്ള സമയം ഉള്ളൂ. 2 മണിക്ക് പരീക്ഷ ആരംഭിക്കും. 1:30 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് അവസാനിപ്പിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിദ്യാർത്ഥികൾ അവരുടെ ഹോൾ ടിക്കറ്റും അതോടൊപ്പം തന്നെ കുടിക്കാൻ വേണ്ട വെള്ളമൊക്കെ അകത്തേക്ക് പോകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഒരു നീണ്ട നിര നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അവരവരുടെ സെന്ററുകളിൽ കയറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ക്രമക്കേടോ ചോദ്യപേപ്പർ ചോർച്ചയോ ഇല്ലാതെ ഈ പരീക്ഷ പൂർത്തിയാക്കുക എന്നാണ് NTA മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി എങ്ങനെ NTA പൂർത്തിയാക്കും? അത് വലിയ സുരക്ഷാ വിന്യാസങ്ങൾ അടക്കം ഉണ്ട് എന്ന് എടുത്തു പറയണം. നമുക്ക് കാണാൻ കഴിയും കേന്ദ്രസേനയുണ്ട്, അതോടൊപ്പം സംസ്ഥാന പോലീസുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, CCTV ക്യാമറകളുണ്ട്, മെറ്റൽ ഡിറ്റക്ടറുണ്ട്. അത്തരത്തിൽ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷ നടക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൃത്യമായി തന്നെ നിരീക്ഷണം നടക്കുന്നു, ഒപ്പം പ്രത്യേക സ്ക്രീനിംഗ് നടക്കുന്നു. അതിനുശേഷം മാത്രമാണ് വിദ്യാർത്ഥികളെ അകത്ത് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ചോദ്യപേപ്പർ ചോർന്നതോ അല്ലെങ്കിൽ ക്രമക്കേട് ഉണ്ടായതോ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്കൂളിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ സെന്ററിൽ പരീക്ഷയ്ക്ക് കയറിയപ്പോഴായിരുന്നില്ല, അതിന് മുൻപേ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ. ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വ്യോമസേനയുടെ അടക്കം സഹായം തേടിയാണ് NTA ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വന്തം ആത്മവിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കഴിവ് വിശ്വസിച്ചുകൊണ്ട് വളരെ കൂളായി പരീക്ഷ എഴുതൂ എന്നാണ് NTA ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷേ വലിയ തരത്തിൽ രക്ഷകർത്താക്കൾക്ക് ആശങ്കയുണ്ട് എന്നാണ് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും 2 മണിക്ക് പരീക്ഷ ആരംഭിക്കും. 5:15 വരെയാണ് പരീക്ഷാ സമയം. അതിനുശേഷം ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി 2 ഘട്ടമായി അല്ലെങ്കിൽ 2 തവണയായി നീറ്റ് പരീക്ഷ എഴുതേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് എത്തിയിരിക്കുന്നത്. പരീക്ഷ നന്നായി എഴുതാനാകട്ടെ. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.